ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത, അതായത് നമ്മൾ ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാർ അതിനെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ഷെയർ ചെയ്യാനൊക്കെ ആൾക്കാർ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ വരുന്ന കമൻറ്റ്സ് പലതരത്തിലുള്ള കമൻറ്റ്സ് ആയിരിക്കും. അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും പലതരത്തിലുള്ള ആൾക്കാർ തെറി വിളിച്ചിട്ടും അതുപോലെ തന്നെ മോശമായിട്ടുള്ള പോസ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടും മോശമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും നമ്മൾക്ക് റിപ്ലൈ തരാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റിനൊക്കെ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ. പല ആൾക്കാർക്കും അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ടൂള്. ഈ ടൂൾ എന്നുള്ള ഓപ്ഷനിൽ കാണാൻ സാധിക്കും. ഈ ടൂൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മോഡറേഷൻ അസിസ്റ്റ്. ഈ മോഡറേഷൻ അസിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഈ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇഫ് എനി വൺ ഓഫ് ദിസ് ക്രൈറ്റീരിയ ഇസ് മെറ്റ് ദ കമൻറ്റ് വിൽ ബി ഓട്ടോ ഹൈഡ്. അത് ഹൈഡ് ആവും. എന്ത് തരത്തിലുള്ള കമൻറ്റ് അവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഏത് രീതിയിലുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൈഡ് ആവും, മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് അത് ആഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആദ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കും ക്രൈറ്റീരിയ ഫോർ അതർ, അതായത് മറ്റുള്ളവരിലേക്ക്. നമ്മൾക്ക് വേണ്ടാത്ത രീതിയിലുള്ള, അതായത് ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഈ 5 ഓപ്ഷൻസ് നമുക്കിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക, അത് ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് ഞാൻ അവതരിപ്പിക്കാം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഫ്രണ്ട്സ് ഓർ ഫോളോവേഴ്സ്. അതായത് ഇതിൽ കൊടുത്തിരിക്കുന്ന നോ ഫ്രണ്ട്സ് ഓർ ഫോളോവേഴ്സ്, നമ്മളുടെ ഫ്രണ്ട്സും അല്ല ഫോളോവേഴ്സും അല്ല, അങ്ങനെയുള്ളവർക്ക് നമ്മളെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. മനസ്സിലായ? നമ്മൾക്ക് ഫ്രണ്ട്സും അല്ല ഫോളോവേഴ്സും അല്ലാത്തവർക്ക് നമ്മൾ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓൺലി ഫ്രണ്ട്സിനും ഫോളോവേഴ്സിനും മാത്രമേ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അത് നമ്മൾ ഓണാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ക്രൈറ്റീരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ആവുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ന്യൂ അക്കൗണ്ട്. അതായത് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയ അക്കൗണ്ട്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ അക്കൗണ്ട് ആരാണ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കമൻറ്റോ കാര്യങ്ങളോ നമ്മളിലേക്ക് വരുന്നതായിരിക്കില്ല. അതിവിടെ ആഡ് ടു മോഡറേഷൻ അസിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് നോ പ്രൊഫൈൽ പിക്ചർ. അതായത് പ്രൊഫൈലൊന്നും ഇല്ലാത്ത പ്രൊഫൈലിൻ്റെ പിക്ചറൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുടെ അക്കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ബ്ലാങ്ക് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രൊഫൈലിന് നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഹാഡ് ആവുന്നതായിരിക്കും, അത് നമ്മളിലേക്ക് എത്തുന്നതായിരിക്കില്ല. ഓക്കെ. ഇനി നാലാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഇമ്പേഴ്സണേറ്റർ, അതായത് ആൾമാറാട്ടക്കാരൻ, ഉടായ്പ് ടീം, അത് ഫേസ്ബുക്കിനും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ടീമാണെന്നുണ്ടെങ്കിൽ അവരുടെ കമൻറ്റും ഇതിലേക്ക് വരുന്നതായിരിക്കില്ല, അതും ഹൈഡ് ആവുന്നതായിരിക്കും. ഇനി അഞ്ചാമത്തെ ഓപ്ഷൻ റിപ്പീറ്റ് ഒഫൻഡർ. അതായത് റിപ്പീറ്റ് ഒഫൻഡർ മീൻസ് ഒരു കമൻറ്റ് തന്നെ നമ്മൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നൈസ് എന്നിട്ട് രണ്ടാമത് നൈസ്, മൂന്നാമത് നൈസ്, നാലാമത് നൈസ്, അങ്ങനെ കണ്ടിന്യൂ നൈസ് റിപ്പീറ്റ് ചെയ്യുന്നവരുടെ കമൻറ്റും നമ്മളിലേക്ക് വരുന്നതായിരിക്കില്ല, അതവിടെ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ. ഇതാണ് ഈ ഫസ്റ്റത്തെ ഈ ഓപ്ഷനിലുള്ള, അതായത് ക്രൈറ്റീരിയ ഫോർ അതർ എന്നുള്ള ഓപ്ഷനിൽ വരുന്ന 5 ടോപ്പിക്ക്. ഇനി അടുത്ത വരുന്ന ഒരു ഓപ്ഷനാണ് ക്രൈറ്റീരിയ ഫോർ കമൻറ്റ്സ്. കമൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. ആദ്യം മുകളിലുണ്ടായിരുന്ന ക്രൈറ്റീരിയ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഫോർ കമൻറ്റ്സിൽ വരുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ ലിങ്ക് ഇൻ കമൻറ്റ്, അതായത് കമൻറ്റിൽ നമ്മൾ ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ അവർ കമൻറ്റ് ചെയ്യുമ്പോൾ അത് ലിങ്ക് ആയിട്ട് വിത്ത് ലിങ്ക് ആഡ് ആയിട്ടുള്ള കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ആഡ് ടു മോഡറേഷൻ അസിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കില്ല. ഓക്കെ. അതിനെ കുറിച്ചിട്ടാണ് ഈ ഫസ്റ്റ് തന്നെയുള്ള ഒരു ടോപ്പിക്ക്. രണ്ടാമത്തത് വരുന്നത് ഇമേജ് ഇൻ കമൻറ്റ്. അതായത് നമ്മളുടെ ടോപ്പിക്കിന് താഴെ കമൻറ്റ് ഇടുമ്പോൾ അവർ ഏതെങ്കിലും ഇമേജ് ആഡ് ചെയ്തിട്ടുള്ള കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിവിടെ വരുന്നതായിരിക്കില്ല, അത് ഹൈഡായിട്ട് നിൽക്കും.
പിന്നെ മൂന്നാമത് വരുന്നത് പ്രൊഫനിറ്റി ഇൻ കമന്റ്, അതായത് പരദൂഷണം, എന്തെങ്കിലും തെറ്റായിട്ടുള്ള പിന്നെ ഒരു വാർത്തകൾ, അതായത് റോങ് ആയിട്ടുള്ള വാർത്തകൾ, സമൂഹത്തിൽ സത്യമല്ലാത്ത വാർത്തകൾ കമന്റിൽ രേഖപ്പെടുത്തുമ്പോൾ അതും ഹൈഡായിട്ട് വരുന്നതായിരിക്കും. ആ തെറ്റായിട്ടുള്ള വാർത്തകൾ അത് ഫേസ്ബുക്കിനെ തന്നെ അറിയാവുന്നതായിരിക്കും. പുതിയതായിട്ടുള്ള ഒരു AI ജനറേറ്റുള്ള സംഭവങ്ങളൊക്കെ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം അത് അറിയായിരിക്കും. അങ്ങനെയാണ് ഇത് പ്രൊഫനിറ്റി ഇൻ കമന്റ് എന്നൊരു ഓപ്ഷൻ അവിടെ, ഒരു ടോപ്പിക് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വരുന്ന ഓപ്ഷനാണ് ലിങ്ക് ടു സ്പെസിഫിക് സൈറ്റ്സ്, അതായത് ഏതെങ്കിലും സൈറ്റിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലാമത്തെ ടോപ്പിക്ക്. അത് നമ്മൾക്ക് പിന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ടു മോഡറേഷൻ അസിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാകുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അഞ്ചാമത്തതാണ് വീഡിയോ ഇൻ കമൻറ്റ്. ആരെങ്കിലും കമൻറ്റിൻ്റെ കൂടെ വിത്ത് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതും നമ്മൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒഴിവാകുന്നതായിരിക്കും. ആറാമത്തതാണ് കീവേഡ്സ് ഇൻ കമൻറ്റ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ ഇത് ആക്കി കൊടുക്കുക. അതായത് കീവേഡ്സ് ഇൻ കമൻറ്റ് മീൻസ് നമ്മളെ അത്യാവശ്യം ഏറ്റവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്ത് കാര്യം നമ്മൾ പിന്നെ നമ്മളെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് പലതരത്തിലുള്ള ആൾക്കാർ കേൾക്കും. അത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ഉടനെ തെറി വിളിക്കുന്ന രീതിയാണ് നമ്മുടെ മലയാളീസുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന തെറി ഏതാണ്, അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കമൻസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിലവിൽ നായ എന്നുള്ള ടോപ്പിക്ക് വേർഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ആരെങ്കിലും നായ എന്ന് നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആവുന്നതായിരിക്കും, ഇതിൽ കമൻറ്റിൽ വരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തെറി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരുന്നതായിരിക്കില്ല, ഹൈഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും തെറിയോ കാര്യങ്ങളോ അത് മറ്റുള്ളവർ വിളിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഈ കമൻറ്റ്സ് ഹാസ് സർട്ടൻ കീവേഡ്സ് എന്നുള്ള ഓപ്ഷനിൽ നല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വേർഡ്സ് ആണെന്നുള്ളത് അത് അതിൽ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മോഡറേഷൻ അസിസ്റ്റൻറ്റിനെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കുറച്ചും കൂടി ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ വീഡിയോസ് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ വിജയം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.